പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിയിൽ ഓണാഘോഷം നടത്താൻ കെങ്കേമമായിട്ട് നടത്താനുള്ളൊരു തീരുമാനത്തിലാണ്. ആ ഒരു സമയത്ത് നമ്മുടെ നന്ദുവിന് നല്ലൊരു സാരിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു ഗിഫ്റ്റ് പോലെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത്തവണത്തെ ഓണത്തിന് ഞാൻ എടുത്തു തന്ന സാരി ഉടുത്താൽ മതി, ആ സാരിയിൽ നിന്നെ എനിക്ക് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് നന്ദു ആണെങ്കിലും വളരെയധികം സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയാണ്. കാരണം അന്നത്തെ ആ ഒരു കെട്ടിപ്പിടുത്തത്തിന് ശേഷം നമ്മുടെ നന്ദുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഇളക്കങ്ങളൊക്കെ തട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അനിയുടെയും അവസ്ഥ. അനിക്കും ആ ഒരു നന്ദുവിനോടുള്ള ഇഷ്ടം കൂടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ആ ഒരു ഓണത്തിൻ്റെ ഒരു ദിവസം വന്നെത്താണ്. എന്നിട്ട് നമ്മുടെ നന്ദു സുന്ദരിയായിട്ട് അനി എടുത്തു കൊടുത്ത ആ ഒരു സാരിയിൽ വരുന്നുണ്ട്. അപ്പോൾ സാരിയിൽ കണ്ടിട്ട് നമ്മളെ കനകയും ഗോവിന്ദനൊക്കെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എൻ്റെ മോൾക്ക് സാരിയൊക്കെ ഉടുക്കാൻ തോന്നിയത്? ഈ ഒരു വേഷമൊന്നും മോൾക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ പെട്ടെന്ന് ഇതെന്ത് പറ്റി? നിൻ്റെ ചേച്ചിയെ കണ്ട് പഠിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ ഇത്തവണ ഒന്ന് വെറൈറ്റി ആക്കാമെന്ന് കരുതി, അതുകൊണ്ട് ഉടുത്തതാണ്. എല്ലാ പ്രാവശ്യവും പാൻറ്റും ഇതൊക്കെ ഇട്ടിട്ടല്ലേ നടക്കാറുള്ളത്, പക്ഷേ ഇത്തവണ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചേച്ചിയെ പോലെ ഞാൻ സ്ഥിരമായിട്ട് ഇതൊന്നും ചുറ്റി നടക്കത്തില്ല, എനിക്കതൊന്നും കഴിയത്തില്ല. ഈ സാരി ചുറ്റിക്കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രയാസമാണ്. പാൻറ്റും ഷർട്ടും ആകുമ്പം അതങ്ങ് ഇട്ടാൽ മതി, നല്ല സിമ്പിളായിട്ട് നടക്കുകയും ചെയ്യാം എന്നൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. അത് കേട്ടിട്ട് കനകയും ഗോവിന്ദനൊക്കെ ചിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നന്ദുവിൻ്റെ മനസ്സിൽ അനിയോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ്. എന്നിട്ട് എന്നെ കാണാൻ, ഞാൻ ഈ സാരിയിൽ ഉടുത്തത് കാണാൻ അവനിനി ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചിന്തയിലാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്താണ് നമ്മുടെ അനി നന്ദുവിനെ ഫോൺ ചെയ്യുന്നത്. എന്നിട്ട്, എടോ താൻ ഞാനെടുത്ത സാരിയൊക്കെ ഉടുത്തോ? തന്നെ ആ ഒരു വേഷത്തിൽ കാണണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. താനിപ്പോഴെങ്കിലും പുറത്തിറങ്ങുന്നുണ്ടോ? നമുക്ക് പുറത്ത് വെച്ച് കാണാമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ നന്ദുവിനും വളരെയധികം അനിയെ കാണാനുള്ള ഒരു വെപ്രാളമൊക്കെ ഉണ്ട്. താൻ സാരി ഉടുത്ത് സുന്ദരിയായത് അനിയെ കാണിക്കണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ നന്ദു പറയുന്നുണ്ട്, ഞാനിപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്, നീ ഏതായാലും വഴിയിൽ നിന്നോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് നന്ദു അനിയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നന്ദുവിൻ്റെ ആ ഒരു സാരിയിലുള്ള വരവ് കണ്ടിട്ട് നമ്മുടെ അനിയാൾക്കാർ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ്. നന്ദുവിനോടുള്ള പ്രണയം ഉള്ളിലിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. എന്ത് ചെയ്യണം, അവളെ കെട്ടിപ്പിടിക്കണോ എന്നൊക്കെ, അല്ലെങ്കിൽ ഇനി കെട്ടിപ്പിടിച്ച അവൾ എടുത്തിട്ട് അടിക്കുമോ എന്നുള്ള ആ ഒരു ഇതിലും ചമ്മലും എല്ലാം നിൽക്കുകയാണ് അനി. ആ ഒരു സമയത്ത് നന്ദു അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് അനി പറയുന്നുണ്ട്, ഈ വേഷത്തിൽ തന്നെ കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നുന്നത് എന്താണെന്നറിയോ എന്നൊക്കെ പറയുമ്പോൾ, അനി ഇതേ വേണ്ടത്തെ സംസാരമൊന്നും സംസാരിക്കരുതേ, നീ കാണണമെന്ന് പറഞ്ഞപ്പോൾ നീ ഉടുത്ത് ഗിഫ്റ്റ് തന്നൊരു സാരിയല്ലേ, അത് ഉടുത്ത് കാണുമ്പോൾ നിനക്കൊരു സന്തോഷമാവുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് വന്നത്, വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് പോകും എന്നൊക്കെ പറയുകയാണ്. അപ്പം ആ സമയത്ത് അനി പറയുന്നുണ്ട്, അയ്യോ വേണ്ട, ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് നീ പോകണ്ട, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ നന്ദുവിനെ വല്ലാത്തൊരു നോട്ടം അനി നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നന്ദുവിൻ്റെ ഉള്ളിലും ആ ഒരു ഇഷ്ടം വരികയാണ്. അവരുടെ പേരുടെയും കണ്ണിൽ ആ ഒരു പ്രണയത്തിൻ്റെ ഇതിങ്ങനെ തുളുമ്പി നിൽക്കുകയാണ്. എന്നിട്ട് പതുക്കെ അനി നന്ദുവിനെ ഒന്ന് തൊടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നന്ദു പിന്തിരിഞ്ഞൊന്നും നിൽക്കുന്നില്ല. അനി തൊടണമെങ്കിൽ തൊട്ടോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നന്ദു നിൽക്കുന്നത്. അങ്ങനെ പതുക്കെ അവർ അടുത്ത് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അനി നമ്മുടെ നന്ദുവിൻ്റെ നെറ്റിയിൽ ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദു പെട്ടെന്ന് കണ്ട് ആ ഒരു ഇതിൽ നിന്ന് ബോധം വന്നപ്പോൾ, എന്താ നീ ചെയ്തത്, ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി വരില്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നന്ദുവിൻ്റെ മനസ്സിൽ തട്ടിയുള്ള ഒരു പറച്ചിലൊന്നും അല്ല. എന്നിട്ട് നന്ദുവിനോട് അനി ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞത് നീ എന്നെ കാണാൻ വരുമ്പോഴും നിൻ്റെ ആ ഒരു മുഖത്തെ ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് വന്നത് എന്നുള്ളത്, പക്ഷെ അത് ഇപ്പോഴും നിനക്ക് സമ്മതിക്കാൻ മടി, അതന്നെയാണ് കാരണം, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ അനാമികയെ ഓർത്തിട്ടാണെങ്കിൽ ഇനി ഞാൻ അവളുമായിട്ട് ഒരിക്കലും ഒത്തുപോവില്ല, ഡൈവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിലെ പെണ്ണ് നീ മാത്രമായിരിക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അത് നീയാണോ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ തന്നെ തീരുമാനിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചോളാം എന്നൊക്കെ തീരുമാനം എടുക്കുകയാണ്.